വചനമൊഴി ഏപ്രിൽ 2. വചനഭാഗം യൂദ 8:13, യോഹന്നാന്റെ സുവിശേഷം 8:1-11. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോയാകട്ടെ ഒലിവുമലയിലേക്ക് പോയി. അതിരാവിലെ അവൻ വീണ്ടും ദൈവാലയത്തിലേക്ക് വന്നു. ജനമെല്ലാം അവന്റെ അടുക്കലെത്തി. അവൻ ഇരുന്നവരെ പഠിപ്പിച്ചു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരീസേരും കൂടെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുക്കു നിർത്തി. അവർ അവനോട് പറഞ്ഞു, ഗുരോ, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ എന്തു പറയുന്നു? ഇത് അവനിൽ കുറ്റമാരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. ഈശോയാകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ ഈശോയും നടുക്കു നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം അവശേഷിച്ചു. ഈശോ നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. ഈശോ പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. ഈശോയിൽ സ്നേഹമുള്ളവരെ, പാപിനിയായൊരുവളെ ഈശോയുടെ പക്കൽ കൊണ്ടുവരുന്ന രംഗമാണ് നാം സുവിശേഷത്തിൽ ശ്രവിച്ചത്. 2 കാര്യമാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഫരീസേയരും നിയമജ്ഞരും ആ സ്ത്രീയുടെ മേൽ പാപം ആരോപിക്കുന്നു. ഈശോയുടെ മേൽ കുറ്റം ആരോപിക്കുന്നതിനു വേണ്ടി അവളെ ഈശോയുടെ പക്കൽ കൊണ്ടുവരുന്നു. ഈശോയും നിയമജ്ഞരും ആ സ്ത്രീയെ കാണുന്നുണ്ട്. നിയമജ്ഞർ ആ സ്ത്രീയെ നോക്കുന്നതും കാണുന്നതും അവളെ കല്ലെറിയുന്നതിനും ഇല്ലെന്നാക്കുന്നതിനും വേണ്ടിയാണ്, അവരെ നശിപ്പിക്കുന്നതിനു വേണ്ടിയാണ്. അവളെ കല്ലെറിയുന്നതിനും കൊല്ലുന്നതിനും വേണ്ടിയാണ്. ഈശോ അവളെ നോക്കുന്നത് അവളെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ്. അവളോട് കരുണയോടുകൂടി അവളെ നോക്കുന്നു. അവിടുന്ന് കരുണയോടുകൂടി നോക്കുന്നത് അവൾ പാപത്തിൽ തന്നെ നിലനിൽക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് അവളോട് പറയുന്നു, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. പാപിനിയെ സ്നേഹിക്കുകയും ചേർത്ത് നിർത്തുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്ന ഈശോയുടെ മുഖമാണ് നമുക്ക് സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഈ നോമ്പ് കാലഘട്ടത്തിൽ പാപത്തെ വെറുക്കുന്നതിനും പാപികളെ കരുണയോടുകൂടി കാണുന്നതിനും അവരെ ചേർത്ത് നിർത്തുന്നതിനും പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കുന്നതിനുമുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. ആരെയും കുറ്റം വിധിക്കാതെ കരുണയോടുകൂടി കാണുവാനായിട്ട് കർത്താവിൽ നിന്ന് ലഭിക്കുന്ന കരുണ മറ്റുള്ളവരോടും കാണിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.